മക്കളെ, നമ്മളെ 20 ഡേയ്സ് ചാലഞ്ച് വായന പഠിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാമത്തെ ഭാഗമാണ്. 8ാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്ന മാത്ര ചിഹ്നം എന്ന് പറയുന്നത് ഐ ആണ്. ഐ. ബാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ, ഈ, ഉ, ഋ, എ വരെ നമ്മൾ പറഞ്ഞ് പഠിച്ചു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും കണ്ട് പഠിക്കുക. വായന പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി വളരെയധികം എളുപ്പമായിരിക്കും. അത്യാവശ്യം കുറച്ച് മീനിങ്ങുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹിന്ദി കൈകാര്യം ചെയ്യാൻ പറ്റും. നല്ല മാർക്കും വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഐ എന്ന മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബഡേ ഐ, അതായത് എ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. എ എന്ന് മലയാളത്തിലുണ്ട്. ഹിന്ദിയിൽ എ ഐ എന്നാണ് ഉള്ളത്. അപ്പം നമുക്ക് എ എന്ന് ചേർക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഏത് തന്നെ ചേർക്കുക? നമ്മൾ ഈ എൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, എൻ്റെ ചിഹ്നം, ഈ ചിഹ്നം തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ എ എന്ന് നമുക്ക് ഉച്ചരിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനെ എ എന്ന് ഉച്ചരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഐ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് വായിച്ച് പഠിക്കാം. നമുക്ക് ആദ്യം കാക്ക് മുകളിലാണ് ഐ ചിഹ്നം വന്നിരിക്കുന്നത്. ഐ ചിഹ്നം എങ്ങനെയാണ് എന്ന് നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഐ എന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ട് വരയാണ് ഐ. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അത് അങ്ങനെ ഇടൂലേ, ഇങ്ങനെ രണ്ടെണ്ണല്ലേ ഇടുക, ഇങ്ങനെ രണ്ടെണ്ണം ഇടും അല്ലേ. എന്നിട്ട് കാന്ന് എഴുതും. അപ്പോൾ എന്താ വായിക്കുക? കൈ. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം പോലെ തന്നെ എന്ത് ചെയ്യും? മുകളിൽ രണ്ട് വര മാത്രം മുകളിൽ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഐ എന്നുള്ളതിന് മുകളിൽ 2 വര മാത്രം. അപ്പോൾ കാൻ്റെ മുകളിൽ ഐ. കൈസ്. പയർ. പാക്ക് മുകളിൽ ഐ ചിഹ്നം പയർ. ഗാക്ക് മുകളിൽ ഐ ചിഹ്നം ഗയർ. ഗയർ അടുത്തതും ഗ തന്നെയാണ് അല്ലേ. ഖ ഗംഗ അതിലുള്ള ഗയർ. സയർ. സാക്ക് മുകളിലാണ് ഏത് ചിഹ്നം കൊടുത്തിരിക്കുന്നത്? ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? സൈ. എന്താണ്? സൈ എന്നാണ് വായിക്കുന്നത്. സയർ. മൈന. മ എന്ന അക്ഷരത്തിൻ്റെ മുകളിലാണ് ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താ വായിക്കുക? മൈന. രാക്ക് മുകളിലാണ് ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. രൈൻ. രാ കഴിഞ്ഞിട്ട് നായാണ് രൈൻ. ഡാക്ക് മുകളിലാണ് ഏത് ചിഹ്നം കൊടുത്തിരിക്കുന്നത്? ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഡാക്ക് മുകളിൽ. അപ്പം എന്താ അതിന് പറയുന്നത്? ഡൈഗ്. എന്താണ്? ഡൈഗ്. അടുത്തത് മൈഗ്. മാക്ക് മുകളിലാണ് ഏത് ചിഹ്നം വന്നിരിക്കുന്നത്? ഐ ചിഹ്നം വന്നിരിക്കുന്നത്. മൈഗ്. എന്താണ്? മൈഗ്. ചൈൻ. ചാക്ക് മുകളിലാണ് ഐ ചിഹ്നം വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള അക്ഷരം ഏതാണ്? നായാണ്. ചൈൻ. ചാക്ക് മുകളിൽ ഐ ചിഹ്നം വന്നിരിക്കുന്നു. നാ എന്ന അക്ഷരം അടുത്ത് തന്നെ ഉണ്ട്. രണ്ടും കൂടെ കൂട്ടി വായിക്കുക. എന്താണ്? ചൈൻ. മൈന 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ അവിടെയും നമ്മൾ വായിച്ചതാണ് മൈന. ഹൈബ. ഹാക്ക് മുകളിൽ എന്താണ്? ഹൈബ. എന്താണ്? ഹൈബ. നെയ്ല. നാക്ക് മുകളിൽ ഐ ചിഹ്നം നൈല. ഗൈല. ഖാക്ക് മുകളിൽ ഐ ചിഹ്നം ഗൈല. മാക്ക് മുകളിലാണ് ഐ ചിഹ്നം വരുന്നത് അല്ലേ. മാൻ്റെ കൂടെ എന്താ ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പോലെ മലയാളത്തിൽ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് മാന്ന് എഴുതിയാൽ എന്താ വായിക്കുക? മൈ അല്ലേ. മൈദ. ബൈറ്റ്. ബാക്കി എന്ത് ചിഹ്നം കൊടുത്തിരിക്കുന്നത്? ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നു. വായിക്കുന്നത് എങ്ങനെയാണ്? ബൈറ്റ്. ബാക്കി ഏത് ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്? ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നു. ബൈറ്റ് ചേർത്ത് വായിക്കുന്നത് ബൈറ്റ്. ഫൈല. ഫായാണ്. ഫാക്ക് മുകളിൽ ഏത് ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്? ഐ ചിഹ്നം കൊടുത്തിരിക്കുന്നു. എന്താ വായിക്കുക?
ല ഫൈല. എന്താണ് വായിക്കുന്നത്? ഫൈല. അടുത്തത് റൈറ്റ്. രാക്ക് മുകളിലാണ് ഐച്ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പം വായിക്കുന്നതാണ് രൈ രൈ റൈറ്റ് റൈറ്റ്. ടായാണ് അടുത്തുള്ളത് റൈറ്റ്. അടുത്തത് ചായാണ് ചൈത്ത് ചൈത്ത്. ചാക്ക് മുകളിൽ ഐച്ചിഹ്നം ത ചൈത്ത് ചൈത്ത്. ഗൈസ് ഗൈസ്. കൈസ കൈസ. വൈസ വാക്ക് മുകളിലാണ് ഐച്ചിഹ്നം സ വൈസ. വാക്ക് മുകളിൽ ഐച്ചിഹ്നം വൈ വൈ വൈസ. ബൈൽ ബൈൽ ബൈൽ. ദൈല ധ ധാക്ക് മുകളിലാണ് ഐച്ചിഹ്നം ല ധൈല. പൈത പൈത പൈത. പാക്ക് മുകളിൽ ഐച്ചിഹ്നം ദ പൈത. അടുത്തത് താക്ക് മുകളിലാണ് ഐച്ചിഹ്നം വന്നിരിക്കുന്നത് തൈ തൈർ തൈർ തൈർ. എന്താ വായിക്കുന്നത്? തൈർ തൈർ. ഹൈസ ഹാക്ക് മുകളിൽ ഐച്ചിഹ്നം സ ഹൈസ ഹൈസ ഹൈസ. തൈസ തൈസ. താക്ക് മുകളിൽ ഐച്ചിഹ്നം സ തൈസ തൈസ. അടുത്തത് ബെഞ്ച് ബെഞ്ച്. ഇനി നമുക്ക് ഇതിലെ സെൻറ്റൻസുകൾ നോക്കാം. നമ്മളിപ്പം ഓരോ വാക്കുകളായിട്ടാണ് ഐച്ചിഹ്നം വെച്ച് പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിൽ ആ എന്ന ചിഹ്നം ഉണ്ടായിരിക്കും, ഈ ചിഹ്നം ഉണ്ടായിരിക്കും, ഈ ഊ നമ്മൾ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ആ ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ വായിച്ചു നോക്കാം. ശൈലേഷ്. ഷായാണത് അല്ലേ? ഈ അക്ഷരം ഏതാണ്? ഷ. ഷ എന്ന അക്ഷരമാണിത്. ഷാക്ക് മുകളിൽ ഐച്ചിഹ്നം. അപ്പം എന്താണ്? ഷൈ ഷൈ. ശൈലേഷ്. ലേ ഏ ചിഹ്നം നമ്മൾ പഠിച്ചതാ അല്ലേ? ശൈലേഷ് ശൈലേഷ്. മേരാ മേരാ മേരാ. സാഥി സാഥി ഹേ. ശൈലേഷ് മേരാ സാഥി ഹേ. ശൈലേഷ് ശൈലേഷ് ശൈലേഷ ഷ ശൈലേഷ് ശൈലേഷ്. സുബഹ സുബഹ് സുബഹ് സുബഹ്. സൈർ സൈർ. സ മുകളിൽ ഐച്ചിഹ്നം സൈ പിന്നെ ര സൈർ. കർണേ ക പിന്നെ ര കർ കർണേ കർണേ. जाता है जाता है. शैलेश सुबह सैर करने जाता है. वह 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 वह. नदी 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 नदी. किनारे किनारे. वह नदी किनारे. मैदान में मैदान 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 में. वह नदी किनारे मैदान में. पैदल 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 सैर 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 करता है. करता 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 है. वह नदी किनारे मैदान में पैदल सैर करता है. वह एक कुशल तैराक है. वह एक कुशल तैराक है. वह एक कुशल तैराक है. वाह वह. एक का एक. कुशल कुशल. तैराक तैराक है. वह वह वह. नदी नदी में तैरता है. वह नदी में तैरता है. शैलेश 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 ने एक. शैलेश ने एक गाय गाय. पाल पाल पा पिनला पाल. रगी है. शैलेश ने एक गाय पाल रखी है. गाय का गाय का गाय का गाय का. एक एक एक.
बछड़ा बछड़ा, बी है बछड़ा भी है, गाय का एक बछड़ा भी है। बछड़ा बड़ा बड़ा होकर होकर बैल बनता है, बछड़ा बड़ा होकर बैल बनता है। शैलेश शैलेश की मैया मैया, शैलेश की मैया। गाय की सेवा करती है, शैलेश की मैया गाय की सेवा करती है। बैलगाड़ी गींजता है और गेत ജോദത്താ ഹെ, ജോ ഓച്ചിനെ നമ്മൾ പഠിച്ചാലേ, ജാൻ്റെ കൂടെ ഓച്ചിനെ കൊടുത്തു ജോ, ജോദത്താ ഹെ. ഗേത്ത് മേം, അനാജ് पैदा होता है, പൈ ബാക്കി മുകളിൽ അയച്ചിനം पैदा होता है. शैलेश में सैनिक जैसा साहस है, शैलेश में सैनिक जैसा साहस है. शैलेश किसी से वायर वा आइचिन रा वायर. नहीं रगता, शैलेश किसी से वायर नहीं रगता. वह एक लठाइत भी है, एक दिन उसने एक डकैत पकड़ा. उसने डकैत की गून पिटाई की. फिर पुलिस के हवाले, फिर फा इचिनम रा, फिर पुलिस के हवाले कर दिया, फिर पुलिस के हवाले कर दिया. पुलिस ने टकैत को कैदखाने में डाल दिया. ठीक ही कहा, ठीक ഈ ചിഹ്നാണ് ഇവിടെ, ठीक ही कहा गया है, ठीक ही कहा गया है. बुरे काम का बुरा नतीजा. ഓക്കെ, അപ്പം നമ്മളിതിൽ ഐ ചിഹ്നമാണ് പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എ ചിഹ്നവും ഓ ചിഹ്നങ്ങൾ, ഈ ആ മുതലായ മാത്രകളൊക്കെ നമ്മളിതിൽ കണ്ടു അല്ലേ. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞ അത്രയും മാത്രകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല, ഇനി എങ്ങനെ ക്ലാസ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് കൂടി നിങ്ങൾ അഭിപ്രായപ്പെട്ടാൽ അതിനനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുക.